ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമത്തെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓൾറെഡി ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള 22 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റാണ് നമ്മൾ പങ്കുവച്ചത്. ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് പ്രയോറിറ്റി ലിസ്റ്റിൽ അടുത്തതായിട്ട് ബിഗ് ബോസിൽ വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 22 കണ്ടസ്റ്റൻസിന്റെ നെക്സ്റ്റ് ലെവൽ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഒരു വീഡിയോന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം ഈ പറയുന്ന പാർട്ട് 2 ആയിട്ടുള്ള ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ലിസ്റ്റിൽ സോഷ്യൽ മീഡിയ താരങ്ങളുണ്ട്, സീരിയൽ ആക്ടേഴ്സ് ഉണ്ട്, സിനിമ ആക്ടേഴ്സ് ഉണ്ട്. അത്തരത്തിൽ ഒരുപാട് വ്യക്തികളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പാർട്ട് 2 പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ ആക്ടർ ആയിട്ടുള്ള ആദിത്യൻ ജയൻ. സീരിയലുകളിലും സിനിമകളിലും ഒരുപാട് അഭിനയിച്ചിട്ടുള്ള ഒരു സീനിയർ ആക്ടറാണ് പുള്ളിക്കാരൻ. ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആദിത്യൻ ജയൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഒരു പേരാണ്. ദെൻ അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് ഉപ്പും മുളകും ചക്കപ്പഴം എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഗൗരി ഉണ്ണിമായ. ഇപ്പൊ സിനിമകളിലൊക്കെ അഭിനയിച്ചു വരുന്നുണ്ട്. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഗൗരി ഉണ്ണിമായയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പേരാണ്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിലും മറ്റുള്ള ഒരുപാട് ചാനലുകളിലൊക്കെ സീരിയലുകളിൽ സജീവമായിട്ട് അഭിനയിക്കുന്ന ജസീല. പുള്ളിക്കാരത്തിയെ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഈ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാം. ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു പേര് കൂടിയാണ്. ദെൻ അടുത്തതായിട്ട് നാലാമത്തെ പേര് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിലേക്ക് ആങ്കർ ആയിട്ടുള്ള ജീവ ജോസഫ്. ഒരുപാട് സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകളിലും ആങ്കറൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ജീവ ജോസഫ് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് ഞാൻ പറയുന്നത് ഹെലനോസ് പാട്ട എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ധന്യ. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഹെലനോസ് പാട്ടയും ഈ പ്രാവശ്യം സീസൺ 8 പ്രതീക്ഷിക്കാവുന്ന ഒരു പേരാണ്. ദെൻ അടുത്തതായിട്ട് ആറാമത്തെ പേര് രാഹുൽ ഈശ്വർ. ഈ ഒരു സീസണിൽ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്ന ഒരു പേരാണ് രാഹുൽ ഈശ്വർ. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളിൽ ഒരുപാട് പങ്കെടുക്കുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പൊ രാഹുൽ ഈശ്വറും ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പേരാണ്. ദെൻ അടുത്തതായിട്ട് ഏഴാമത്തെ പേര് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിൽ ജീംബൂമ്പ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ വന്ന ഈ പറയുന്ന ജീവൻ ഗോപാൽ ഒരുപാട് സീരിയലുകളിൽ പിന്നെയും ഏഷ്യാനെറ്റിലേക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ജീവൻ ഗോപാലും ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു പേരാണ്. ദെൻ അടുത്തതായിട്ട് എട്ടാമത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ അൽ ഫുഡി സൂരജും ഈ കഴിഞ്ഞ സീസണിലേക്ക് വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന നോട്ടണൽ ചലഞ്ചൊക്കെ ആക്റ്റീവായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പോൾ അൽ ഫുഡി സൂരജിന് ഈ പ്രാവശ്യം ബിഗ് ബോസിലേക്ക് സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് ഞാൻ ഒൻപതാമത്തെ പേര് പറയുന്നത് പ്രണവ് കൊച്ചു. നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഡാൻസ് റീൽസ് പരിപാടികളൊക്കെ ചെയ്യുന്ന കൊച്ചു ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് പത്താമത്തെ പേര് ഞാൻ പറയുന്നത് ബ്യൂട്ടി വ്ളോഗർ ആയിട്ടുള്ള ഗ്ലാമി ഗംഗ ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഈ പറയുന്ന പോലെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ്. ദെൻ അടുത്തതായിട്ട് 11ാമത്തെ പേര് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള മെഹർ. ഈ പുള്ളിക്കാരത്തെയും ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തൊപ്പിയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ഇഷ്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മെഹർ. ഈ ഒരു സീസണിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 12ാമത്തെ പേര് ഞാൻ പറയുന്നത് പ്രിയങ്ക അനൂപ്. ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പേരായിരിക്കും പ്രിയങ്ക അനൂപ്. ഒരു മൂവി ആക്ട്രസ് ആണ്. ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇന്റർവ്യൂവിനൊക്കെ കൊടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് വൈറലാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ പ്രിയങ്ക അനൂപും നമുക്ക് ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പേരാണ്. ദെൻ അടുത്തതായിട്ട് 13ാമത്തെ പേര് ഞാൻ പറയുന്നത് മൂവി ആക്ട്രസ് ആയിട്ടുള്ള ഗായത്രി സുരേഷും ഒത്തിരി പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈ പറയുന്ന പോലെ സിനിമയിൽ ആക്റ്റീവായിട്ട് അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ അധികം സിനിമകളിലൊന്നും നമുക്ക് കാണാനില്ല. അപ്പൊ ഗായത്രി സുരേഷ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്.
ദെൻ അടുത്തതായിട്ട് 14ാമത്തെ പേര് ഞാൻ പറയുന്നത് സുബീഷ് സുധി. ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന സുബീഷിന്റെ ഒരു സിനിമ ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചില കോൺട്രവേഴ്സികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സുബീഷ് സുധി ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 15ാമത്തെ പേര് ഞാൻ പറയുന്നത് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും മികച്ച വിന്നർ ആയിട്ടുള്ള അഖിൽ മാരാർ, അനുമോള്, ഇത്തരത്തിലുള്ള വ്യക്തികൾക്കൊക്കെ കപ്പ് വാങ്ങിക്കൊടുത്ത വിനു വിജയ്, PR ആയിട്ടുള്ള വിനു വിജയ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 16ാമത് പേര് ഞാൻ പറയുന്നത് തൊപ്പി. നമ്മുടെ ഈ പറയുന്ന തൊപ്പി ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന പോലെ പുള്ളിക്കാരനെ പോലീസ് പിടിച്ച് അകത്താക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 8 ഒരു കോള് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വരെയാണെങ്കിൽ നല്ല നല്ല കണ്ടന്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ അടുത്തതായിട്ട് 17ാമത് ഞാൻ പറയുന്നത് ശ്രുതി സിത്താരയാണ്. LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ശ്രുതി സിത്താര വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അടുത്തതായിട്ട് 18ാമത് പേര് ഞാൻ പറയുന്നത് അശ്വന്ത് കോക്ക്. യൂട്യൂബിലൂടെ ഒത്തിരി സിനിമ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആക്റ്റീവ് ആയിട്ടുള്ള റിവ്യൂവർ ആണ് അശ്വന്ത് കോക്കും. ഈ പറയുന്ന പോലെ ഒത്തിരി കോൺട്രവേഴ്സികളൊക്കെ സിനിമയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അശ്വന്ത് കോക്കും ഈ പ്രാവശ്യം വരാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 19ാമത് പേര് ഞാൻ പറയുന്നത് യൂട്യൂബറും കണ്ടന്റ് ക്രിയേറ്ററും ആയിട്ടുള്ള സഞ്ജു ടെക്കി. ഈ പറയുന്ന പോലെ ഒത്തിരി വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ട് പണ്ട് വൈറലായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ അധികം വ്യൂവർഷിപ്പ് ഒന്നുമില്ല ചാനലിന്. അപ്പൊ സഞ്ജു ടെക്കി ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് കൂടിയാണ്. ദെൻ അടുത്തതായിട്ട് 20ാമത്തെ പേര് ഞാൻ പറയുന്നത് മഞ്ജുഷ മാർട്ടിൻ. ഒരു അഡ്വക്കേറ്റ് ആണ്. ഏഷ്യാനെറ്റിലെ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ മഞ്ജുഷ മാർട്ടിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പേരാണ്. ദെൻ അടുത്തതായിട്ട് 21ാമത്തെ പേര് ഞാൻ പറയുന്നത് സോന നായർ. സോന നായർ സീനിയർ ആയിട്ടുള്ള ഒരു സീരിയൽ ആക്ട്രസ് ആണ്. ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിലും സൂര്യ TVയിലൊക്കെ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ദെൻ അടുത്തതായിട്ട് 22ാമത്തെ പേര് ഏറ്റവും അവസാനം ഞാൻ പറയുന്നത് ശിവാംഗി. ശിവാംഗി നമുക്ക് ബിഗ് ബോസിൽ വരുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തുണ്ടെങ്കിൽ തന്നെ ബിഗ് ബോസിലേക്ക് വരാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ്. ഒരു സ്റ്റേജ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ സീസണിൽ ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്റർവ്യൂകൾ വഴി കേരളത്തിൽ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശിവാംഗി. വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ടന്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റ് പാർട്ട് 2 വീഡിയോ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള 22 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റാണ് ഇപ്പൊ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മളൊരു പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിലാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുക്കാനായിട്ട് സാധ്യതയുള്ള കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ട് 1 വീഡിയോ കൂടി നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 8 സെപ്റ്റംബർ 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും എന്നൊരു ഇൻഫർമേഷൻ ആണ് ഇപ്പൊ കിട്ടുന്നത്. അതുപോലെ തന്നെ കോമണേഴ്സ് എൻട്രി ബന്ധപ്പെട്ട് വരുന്ന അഗ്നിപരീക്ഷ പ്രോഗ്രാം ഈ വരുന്ന ഓഗസ്റ്റ് മാസം 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്നും ഒരു ന്യൂസ് ഇപ്പൊ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അഗ്നിപരീക്ഷയിലേക്ക് സെലക്ട് ചെയ്യേണ്ട കോമണേഴ്സിനെ ബന്ധപ്പെട്ട് വരുന്ന ഓഡീഷനും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഏകദേശം ഒത്തിരി കോമണേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരെ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഏകദേശം ഈ മാസം അവസാനത്തോട് അനുബന്ധിച്ചുകൊണ്ട് കോമണേഴ്സിനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യും. ഏകദേശം ഒരു 45ഓളം വരുന്ന കോമണേഴ്സിനെ ആയിരിക്കും അഗ്നിപരീക്ഷ പ്രോഗ്രാമിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് ഒരു 4-5 ഈ പറയുന്ന പോലെ ജഡ്ജസും ആങ്കറും ആയിട്ടുണ്ടാവും. ഒരു 3 ജഡ്ജസും ഒരു ആങ്കറും ആയിട്ട് വരാനായിട്ടാണ് സാധ്യത. ഇവരെല്ലാവരും ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റൻസ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് അഖിൽ മാരാർ, സാബുമോൻ, റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ് എന്നിവരൊക്കെ ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന പോലെ ജഡ്ജസ് ഒരു 3 പേരെ സെലക്ട് ചെയ്യും, 3 പേരെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലും സെലക്ട് ചെയ്യും. അങ്ങനെയാണ് കോമണേഴ്സിനെ ഈ ഒരു സീസണിലേക്ക് പങ്കെടുപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ ഒരു സീസൺ വരാനായിട്ട് പോകുന്നതെന്ന്. കോമണേഴ്സ് വാസസ് സെലിബ്രിറ്റി ആയിരിക്കും ഈ ഒരു സീസൺ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. താങ്ക്